അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വരയ്ക്കാനുള്ള പരിവൃത്തം വരയ്ക്കാനുള്ള സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. നോക്കിയേ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് ഏതൊക്കെയാണ് 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ആൻഡ് സർക്കം സർക്കിൾ റേഡിയസ് 3 സെന്റിമീറ്റർ. കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ആയതും പരിവൃത്ത ആരം 3 സെന്റിമീറ്ററുമായ ത്രികോണം വരയ്ക്കുക. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് റേഡിയസ് അല്ലെങ്കിൽ ആരം 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ ആരം 3 സെന്റിമീറ്റർ എടുത്ത് ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരയ്ക്കുക. കോമ്പസ് എടുക്കുക, സ്കെയിലിൽ നിന്ന് 3 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് 3 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം അങ്ങോട്ട് വരയ്ക്കുക. ഒരു പ്രശ്നവും ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് തന്നിട്ടുള്ള ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകൾ 50 60 70 ആണ്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. നമുക്ക് രണ്ടെണ്ണം മതി. ഞാനിവിടെ 50 ഡിഗ്രിയും എടുത്തു, 60 ഡിഗ്രിയും എടുത്തു. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഇരട്ടി എടുക്കണം, ഡബിൾ എടുക്കണം. 50ന്റെ ഇരട്ടി എത്രയാടാ? 100. 60ന്റെ ഇരട്ടി എത്രയാടാ? 120. കേട്ടല്ലോ. എന്നിട്ട് ഈ 100 ഡിഗ്രിയും 120 ഡിഗ്രിയും നമ്മൾ ഈ വൃത്തത്തിൽ മാർക്ക് ചെയ്യും. നേരത്തെ നമ്മൾ മറ്റേ അര ഡിഗ്രി വരച്ച് പഠിച്ച പോലെ. എങ്ങനെ ചെയ്യും? അപ്പോൾ വളരെ സിമ്പിൾ. നമ്മൾ ആദ്യം ഒരു സെന്ററിൽ നിന്നും വൃത്തത്തിലേക്ക് സർക്കിളിലേക്ക് ഒരു വര വരയ്ക്കും, ഒരു റേഡിയസ്. കേട്ടല്ലോ. ഇനി നമ്മൾ ഈ 100 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്യും. എങ്ങനെ മാർക്ക് ചെയ്യും? വൃത്തത്തിന്റെ നടുക്ക് കൊണ്ടുവന്ന് പൊട്രാക്ടർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പൊട്രാക്ടർ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് 100 ഡിഗ്രി മാർക്ക് ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെ നോക്കി 100 ഡിഗ്രി എത്രയാണോ അവിടെ 100 ഡിഗ്രി മാർക്ക് ചെയ്തു. 100 ഡിഗ്രി മാർക്ക് ചെയ്തു. കേട്ടല്ലോ. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇപ്പൊ ഈ 100 ഡിഗ്രി വരച്ചില്ലേ, ഇവിടുന്ന് അടുത്ത 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന് പൊട്രാക്ടർ വെക്കും. എവിടെ വെക്കും? ഇപ്പൊ വരച്ച വരയിൽ കൊണ്ടുവന്ന് നമ്മൾ പൊട്രാക്ടർ വെക്കും. എന്നിട്ട് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണോടാ? 120 ഡിഗ്രി ഇവിടുന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ ഏകദേശം ഇവിടെ 120 ഡിഗ്രി വന്നു. ഇപ്പൊ ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് ഫാൻ പോലെ 3 വരകൾ കിട്ടിയല്ലേ? 1, 2, 3. ഈ 3 വരകളും ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്തായി? പരിവൃത്തമായി, സർക്കം സർക്കിളായി. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ.